ഇന്ന് വളരെയധികം കൂടി വരികയാണ് റീനൽ പേഷ്യൻസ്. ഓരോ ഹോസ്പിറ്റലിലെയും ഡയാലിസിസ് യൂണിറ്റിലൊന്നും ശരിക്കും പറഞ്ഞാൽ ഡയാലിസിസ് ചെയ്യാൻ സ്ഥലം തന്നെയില്ല. സ്ലോട്ട് തന്നെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ഓരോ രോഗിക്കും. പണ്ടൊക്കെ ഡയാലിസിസ് ചെയ്യുന്ന വളരെ വിരളമായ രോഗികൾ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിനൊക്കെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഒന്നാമത്തേത് ഡയബറ്റിസ്, അതായത് അൺകൺട്രോൾഡ് ഡയബറ്റിസ്. രണ്ടാമത്തേത് ഹൈപ്പർ ടെൻഷൻ, അതായത് ബി പി കൂടുതൽ ഉണ്ടാവുക. അതുപോലെ അമിതമായ വണ്ണം, വ്യായാമക്കുറവ്, പൊല്യൂഷൻ, ഇതൊക്കെ ഇതിന് കാരണമാകാം. പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് പെയിൻ കില്ലേഴ്സ് എടുത്ത് കഴിക്കുക, പാരസെറ്റമോളോ അമിതമായി ഉപയോഗിക്കുക, ഇതൊക്കെ റീനൽ ഫെയിലിയറിന് കാരണമാകുന്നുണ്ട്. ചില സ്റ്റഡീസ് പറയുന്നത് തീരദേശത്തുള്ളവർക്ക് കൂടുതലായിട്ട് കിഡ്നി ഫെയിലിയർ കാണപ്പെടുന്നു എന്നുള്ളതാണ്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാലും ഇതിനൊക്കെ പ്രധാന ഒരു കാരണം എന്താണെന്നറിയോ? തീരദേശത്തുള്ളവർക്ക് കൂടുതലായിട്ടും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ കാണുന്നുണ്ട്. അതാവാം കാരണം. പിന്നെ അതുകൂടാതെ തീരദേശത്തുള്ളവർ കൂടുതലായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് കഠിനമായ ഉപ്പിട്ടാണ് ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് റീനൽ ഫെയിലിയർ വരാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ് കേട്ടോ. ബി പി കൂടുമ്പോൾ അതനുസരിച്ച് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാട്ടോ. ശ്രദ്ധിച്ചോളൂ. താങ്ക് യു.